ഹലോ അസ്സലാമു അലൈക്കും. എടാ, +1 അറബി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഒരു കവിത തരിക, ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും കവിതയിലെ ഒരു 2 വരി തരും, ഒരു വരി തരും. എന്നിട്ട് നമ്മളോട് പറയും അതിൻ്റെ ഫിക്രത്തുൽ മർക്കസിയ എഴുതാൻ വേണ്ടി പറയും. ഫിക്രത്തുൽ മർക്കസിയ ഇവിടെ നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് 3 കാര്യം. അൽ ഫിക്രത്തു അൽ മർക്കസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്രത്തു അൽ മർക്കസിയ എന്ന് ചിലപ്പോൾ നിങ്ങളോട് പോയിക്കും. ഉദ്ദേശം താഴെ കൊടുത്ത വരിയുടെ ആശയം ഉള്ളടക്കം എഴുതാനാണ്. ഇത് തന്നെ റിസാലത്തുൽ മർക്കസിയ എന്ന് ചോദിക്കും. അപ്പോൾ സെയിം ആൻസർ തന്നെയാണ് റിസാലത്തുൽ മർക്കസിയ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്ത് തന്നെയാണ്? ഈ ആൻസർ തന്നെയാണ് എഴുതേണ്ടത്. ഈ ചിലപ്പോൾ ചോദിക്കില്ല അൽ മഅന അൽ മർക്കസിയ എന്ന് ചോദിക്കും ചിലപ്പോൾ നിങ്ങളോട്. അൽ മഅന അൽ മർക്കസിയ. അപ്പോൾ 3 എഴുതുന്നത് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് 3 എഴുതേണ്ടത്. ഇനി ഇത് എഴുതേണ്ടത് നിങ്ങളൊരു ബോക്സ് വരക്കാം അല്ലേ? ബോക്സ് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിക്രത്ത് ഇവിടെ എന്താണ് തന്നിട്ട് ഹെഡിങ് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇത് ഹെഡിങ് കൊടുക്കുന്നു. ഹെഡിങ് ആയല്ലോ. ഇനി നമ്മൾ ഈ ലൈനിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് കുട്ടികളുണ്ടാവും. ഒന്നെങ്കിൽ ലൈനിനെ കുറിച്ച് അറിയണവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറയാം. അപ്പോൾ അറിയണവർ പിന്നെ എന്ത് ചെയ്യുക, അതിൽ ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് പിന്നെ ഓരോ എഴുതാം, അല്ലെങ്കിൽ അത് വാക്കുകൾ ഞാൻ എഴുതുന്ന പോലെ എഴുതിയാൽ മതി. അറിയാത്തവരെന്ത് ചെയ്താൽ മതി, ഞാൻ എഴുതുന്ന പോലെ എഴുതാം. അറിയുന്നവരെന്ത് ചെയ്യുക, ഞാൻ അടിയിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറഞ്ഞ പോയിന്റും കൂടി ആഡ് ചെയ്ത് കുറച്ചുകൂടി നന്നാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ആദിഹി സുത്തൂറുൻ, ഈ വരികൾ ആദിഹി സുത്തൂറുൻ ജമീലത്തുൻ, കോമൺ ചെയ്താൽ മറ്റേ വാക്കാണ് ജമീലത്തുൻ ജിദ്ദൻ. ഈ വരികൾ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. ഇനിയോ വഹാദിഹി മിൻ മൻലൂമത്തി കവിതയുടെ പേര്. നിങ്ങൾക്ക് ഇത് ഏത് കവിതയെന്നാണ് അറിയുന്നുണ്ടെങ്കിൽ കവിതയുടെ പേര് എഴുതാം. ഈ മൻലൂമത്തി ഇതാണെങ്കിലോ ഹനി അല്ലക്കും എന്ന് പറയുന്ന കവിതയാണ് അല്ലേ? ഫി മൻലൂമത്തി ഹനി അല്ലക്കും, പിന്നെ മൻലൂമത്തി ഹനി അല്ലക്കും എന്ന് പറയുന്ന കവിത എന്നുള്ളതാണെന്നാണ്. കത്തബഹ ഇത് എഴുതിയത് ആരാണ്? അഷായിറു അൽ മഷ്ഹൂർ എന്നിറങ്ങാണ്ട് കവിയുടെ പേര്. ഞാൻ അത് കവിയുടെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ, ആഫിദ് ഇബ്രാഹിം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ മഷ്ഹൂർ വരെ എഴുതിയാൽ മതി. വർഷത്തിനെ കവി എഴുതിയതാണ് അല്ലേ? യുഷീറു വാക്ക് ഞാൻ പുതിയ നോക്കണം. യുഷീറു യക്കൂൽ എന്നൊക്കെ എഴുതാം. യുഷീറു അഷായിർ കവി ചൂണ്ടിക്കാണിക്കുന്നു. ഫിഹ ഇതിൽ അൻ മൗലൂ വിഷയത്തെക്കുറിച്ച്, അൻ മൗലൂഹുൻ മുഹിമ്മുൻ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, കവി ഇതിൽ പ്രതിപാദിക്കുന്നു അല്ലേ? ഇനി പിന്നെ ഹിയ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഹിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ എന്ത് വിഷയം, ഇതിലിപ്പോൾ ഇൽമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വിഷയം അറിയുമെങ്കിൽ എഴുതാം. ഈ മലയാളത്തിൽ എഴുതുന്നതൊക്കെ നിങ്ങൾ അറിയുമെങ്കിൽ എഴുതുക. അറിയുന്ന കുട്ടിയൊക്കെ കുറച്ചും കൂടി അടിപൊളിയിൽ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. യഖൂലു ഷായിറു ഫിഹ പറഞ്ഞാണ്ട് വരിയുടെ ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. എല്ലാത്തവരോ ഈ വരി ഇതേപോലെ എടുത്ത് എഴുതുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതൊരു മോഡലാണ്. ഇതേ വാക്ക് ഉപയോഗിക്കണം എന്നൊന്നുമില്ല, ഒരു മോഡലായിട്ട് കാണിച്ചു. ഇതിന് ഇതല്ലാത്ത വാക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ എഴുതുന്നത്, ആ വരിനൊന്ന് പറഞ്ഞ് ആ കവിതനെ പരിചയപ്പെടുത്തി അതിലെ വിഷയം പരിചയപ്പെടുത്തി എന്നിട്ട് എന്ത് ചെയ്യണം, അതിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് അതാണ്. ഇനി അതൊന്നും അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ നിങ്ങൾ നോക്ക്, ഇതിനിപ്പോൾ 2-3 ലൈൻ അയച്ചിട്ടുണ്ടാവും. അതിന് പുറമെ നിങ്ങൾ ഈ കവിതേൻ്റെ ലൈൻ ഇവിടെ എടുത്ത് എഴുതുമ്പോൾ 4 വരിയാവും ഹെഡിങ് ആയി.
സ്വാഭാവികമായിട്ട് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആ 4 മാർക്ക് ഫുള്ള് കിട്ടും, അല്ലെങ്കിൽ 3 മാർക്ക് എന്തായാലും കിട്ടും. ക്ലിയർ ആയല്ലോ? ഈ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്രത്തുൽ മർകസ് ഇതിൽ ഏത് ചോദിച്ചാലും ഇങ്ങനെയാണ് എഴുതേണ്ടത്. എഴുതുന്ന രീതി അടിപൊളിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് മനസ്സിലാക്കുന്നതിന് ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.